അപ്പോൾ വെൽക്കം ടു ജസ്പേഡ് ഇൻ്റർനാഷണൽ. നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിസിറ്റിൻ്റെ ഒരു ഉദ്ദേശം ഇതാണ്. ചന്ദനമരങ്ങളും അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായ 2-3 ടീമുകൾ നമുക്കിവിടെ കൂടെ ഉണ്ട് ജസ്പേഡിൻ്റെ. അപ്പോൾ അവരുമായിട്ട് ഈ ചന്ദനമരത്തിനെക്കുറിച്ചും ചന്ദനത്തൈനെക്കുറിച്ചുമുള്ള അവയർനെസ് എന്തൊക്കെയാണ്, നമ്മുടെ സംശയങ്ങളൊക്കെ ഒന്ന് ദൂരീകരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ മിസ്റ്റർ ഷിബു, ദ ടീം ലീഡർ ഓഫ് ജസ്പേഡ്. താങ്ക് യു സാർ. എൻ്റെ പേര് ഷിബു. ഞാൻ ഇടപ്പള്ളിയിലാണ് താമസം. ഞാനിപ്പോൾ ജസ്പേഡിൻ്റെ കൂടെ ഈ ചന്ദനത്തോപ്പിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷം ആകാറായി. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ജസ്പേഡ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പാടിച്ചിറയിൽ, വയനാട് പാടിച്ചിറയിലുള്ള തോട്ടത്തിലാണ്, പ്ലാന്റേഷനാണ് നിൽക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 3-3.5 ഏക്കർ സ്ഥലത്തോളം നമുക്ക് ഇവിടെ ഇപ്പോൾ തൽക്കാലം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സ്ഥലം എൻ്റെ ബാക്കിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന കന്നൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 19 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ 19 മാസം. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവെടുത്ത് കഴിഞ്ഞാൽ ഒരു 17-18 സെൻറ്റിമീറ്ററോളം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കാരണം ഈ 17 സെൻറ്റിമീറ്റർ അല്ലെ 18 സെൻറ്റിമീറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്കൊരു 3-3.5 വർഷം കഴിഞ്ഞാലാണ് അതിൻ്റെ വളർച്ച കിട്ടാറുള്ളത്. പക്ഷേ ഇവിടുത്തെ മണ്ണ് ബ്ലാക്ക് സോയിലാണ്. അത് തന്നെയല്ല, സമുദ്രനിരപ്പിൽ ഇന്ന് 700 മീറ്റർ ഹൈറ്റുള്ള സ്ഥലത്താണ് ഈ സാധനം പെട്ടെന്ന് വരുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് വയനാട്. 700 മീറ്റർ ഇത്ര ഹൈറ്റിന്റെ ഒരു ഉദ്ദേശം എന്താ, അതിന്റെ കണക്ക് എന്താ? അത് ഗവൺമെന്റിന്റെ വാട്ടർ ലെവലിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഇത്ര ഹൈറ്റിൽ വേണം. ചുരം നിൽക്കുന്നത് 2800 അടി ഹൈറ്റിലാണ്. ഓക്കെ. മനസ്സിലായോ? അപ്പോൾ എബോ 2800 ആയിട്ടുണ്ട്. പിന്നെ സാധാരണ ആൾക്കാർ പറയും ചന്ദനം വെച്ച പിടിക്കില്ല, വളരില്ല. ശരിയാണ്, അവർ പറയുന്നത് കറക്റ്റാണ്, വരില്ല. കാരണം 30-35 വർഷമായ ചന്ദനം എനിക്കറിയാം വളരെ വണ്ണം കുറഞ്ഞ രീതിയിൽ നിൽക്കുന്നു. ചിലർ പറയണ കേൾക്കാം, ഞാൻ കല്യാണം കഴിച്ചിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ചന്ദനമരം ഉണ്ടായിരുന്നു, അത് 35 കൊല്ലമായിട്ട് ഞാൻ കാണുന്നതാണ്, വളരില്ലെന്ന് പലരും പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വളരാത്തെന്നുള്ള കാര്യം അവർക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു അർത്ഥപരാഗ സസ്യമാണ്. ഇത് സ്വന്തമായിട്ട് വെള്ളവും വളവും വലിച്ചെടുക്കാൻ കഴിവില്ലാത്തൊരു മരമാണ് ചന്ദനമരം, അതായത് ചെറുപ്പത്തിൽ. അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റുള്ള റൂട്ട്, അതായത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് പൊന്നാങ്കണ്ണി ചീര, അത് നമുക്ക് കാണാം. ഇതാണ് സാധനം. ഇത് സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് വെച്ചു കൊടുക്കും. അപ്പോൾ ഇത് തമ്മിൽ ഇതിൻ്റെ രണ്ടിൻ്റെ കണക്ട്, വേരുകൾ തമ്മിൽ, റൂട്ടുകൾ തമ്മിൽ കണക്ട് ആവും. എന്നിട്ട് ഇത് വലിച്ചെടുക്കുന്ന ഫുഡാണ് ഈ നമ്മുടെ ആശൻ കഴിക്കുന്നത്. അല്ലെങ്കിൽ അവൻ മടിയനായിട്ട് അങ്ങനെ നിൽക്കും. അതാണ് നമ്മുടെ നാട്ടിൻ പ്രദേശം. സത്യം പറഞ്ഞാൽ മറ്റുള്ള മോഷ്ടിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഇവനെ മോഷ്ടിച്ചോണ്ട് പോണത്. ഇവൻ മോഷ്ടിച്ചാണ് ജീവിക്കുന്നത്. ഈ തൈക്കള് മാത്രമുള്ള ഘട്ടം ഇതുണ്ട്, തൂരപ്പയറുണ്ട്. രണ്ടാമത്തെ ഘട്ടം ഇത് അല്ലേ? അല്ല, അത് ഉണങ്ങി ഇനിയിപ്പോൾ അടുത്ത് വേറെ വെച്ച് കൊടുക്കും. അപ്പോൾ അതിന്റെ വളങ്ങൾ വലിച്ചെടുക്കുമ്പോൾ ഇവൻ സ്വാഭാവികം ഇപ്പം മാവിൽ തിക്കണ്ട് പിടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ മാവ് ഉണങ്ങി പോകുന്നു. അത് തന്നെ സംഭവിക്കുന്നത്. ഇപ്പം ഇവന്റെ വളങ്ങളൊക്കെ എല്ലാം വലിച്ചെടുക്കുമ്പോൾ ഇവൻ വലുതാവും, നമ്മുടെ കോസ്റ്റ് പ്ലാന്റ് പോകും. ഇത് അടുത്ത് വെച്ച് കൊടുക്കുന്നു. ഇപ്പൊ ഈ സാധാരണ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, ഈ ചന്ദനമരം മോഷ്ടിച്ചു കൊണ്ടുപോകില്ല, അല്ലെങ്കിൽ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഡ്വൈസ്? അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചന്ദനമരം നമ്മുടെ പ്രോപ്പർട്ടിയിൽ വെക്കാം, പക്ഷേ ഗവൺമെന്റിന് മാത്രമേ അത് നമുക്ക് കൊടുക്കാം. ബയർ ഗവൺമെന്റാണ്. കാരണം ബയർ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് 6000 ടണ്ണോളം ചന്ദനമരം വേണം. പക്ഷേ ഇന്ത്യയിൽ 2000 ടൺ അത്യാവശ്യമാണ്. പക്ഷേ 100 ടണ്ണിൽ താഴെയാണ് നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ഉള്ളത്. ഇത് പ്രൊജക്റ്റ് ആയിട്ട് ആരും ചെയ്യണില്ല. അവിടെ ഇവിടെയൊക്കെ കാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ ജസ്പേഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ഫേമാണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്നോവേഷൻ പ്രൊജക്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കറക്റ്റ്. അതാണ് ഈ ആരും കൊണ്ടുവരാത്ത പ്രൊജക്റ്റ്. ജസ്പേഡ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡാണ് ഈ പ്രൊജക്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിദേശ നാണ്യം നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വരും കാലക്രമേണ. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർണാടക കോസ്മെറ്റിക്സ് കമ്പനി, അതായത് മൈസൂർ സാൻഡൽ സോപ്പ്, അവർക്ക് ഓൾറെഡി ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇതിൻ്റെ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോടിക്കണക്കിന് രൂപ അവർ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇത് നേരെ മറിയാൻ പോണെയാണ്. കാരണം ഇനി വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഫണ്ട് വരാൻ പോകണം. കാരണം ഇവിടെ പ്രൊജക്റ്റ് വന്ന ആവശ്യത്തിൽ കൂടുതലായി കഴിയുമ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ആവും. ഇപ്പോൾ ബയർ ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. കാലക്രമേണ ഗവൺമെൻറ്റിന് ആവശ്യത്തിൽ കൂടുതലായി കഴിയുമ്പോൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷനോ അതുപോലെ ഓയിൽ എടുക്കാനുള്ള ഒരു
കമ്പനി ഫോം ചെയ്യാനുള്ള പെർമിഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ന് നമുക്ക് ഈ 50 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു മരം ഉണ്ടെങ്കിൽ 1.5 കോടി രൂപയാണ് ഗവൺമെന്റിൽ നിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ലേലത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലില്ല. ഇനി നമുക്കൊരു 10 മുതൽ 15 വർഷത്തിനുള്ളിൽ ഏകദേശം ഈ വളർച്ച കണ്ടുകഴിഞ്ഞിട്ട് 11 വർഷം മതി നമുക്ക്. ആ 11 വർഷത്തിൽ നമുക്കൊരു 3.5 കോടി മുതൽ 5 കോടി വരെ നമ്മുടെ കയ്യിൽ ഇൻകം കിട്ടാവുന്ന സാധ്യത. അത് ഗവൺമെന്റ് ട്രഷറിയിൽ നിന്ന് ഈ പ്രോപ്പർട്ടി ആരുടെ പേരിലാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുള്ളൂ. 20 മരത്തിന്റെ അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ എങ്ങനെയാണ് കമ്പനി ഇത് സെയിൽ ചെയ്യുന്നത്? എത്ര സെന്റ് ആണ്, അല്ലെങ്കിൽ എത്ര അതിന്റെ ടേംസ് കണ്ടീഷൻസ്, പേയ്മെന്റ്, അതൊക്കെ എങ്ങനെയാണ്? കമ്പനി ഇപ്പോൾ 1400 ഏക്കർ സ്ഥലത്താണ് ഈ പ്രൊജക്ട്. ഈ കാണുന്ന വയനാട് ചുറ്റിപ്പറ്റി മുള്ളംകൊല്ലി പഞ്ചായത്തിൽ 50 കിലോമീറ്റർ ചുറ്റളവിൽ പല സ്ഥലങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 300 ഏക്കറോളം എടുത്തു കഴിഞ്ഞാണ് എൻ്റെ അറിവിൽ. അതിനുശേഷം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 28,000 5 സെന്റ് സ്ഥലം ഉണ്ടാവും. അപ്പോൾ 28,000 5 സെന്റ് സ്ഥലം നമ്മുടെ പേരിലേക്ക് ഈ 5 സെന്റ് പേയ്മെന്റ് കമ്പനിയുടെ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിലേക്ക് ആധാരമാക്കി തരുന്നത്. 5 സെന്റ് സ്ഥലം, അതിനകത്ത് എത്ര പ്ലാൻസ്? 20 സാൻഡിൽ വുഡ് അല്ലേ? അത് നമ്മൾ EMI അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? അതാണ് ഇതിന്റെ പ്രത്യേകത. 3 ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ വില ഇപ്പോഴത്തെ റേറ്റ് 18 ലക്ഷം രൂപയാണ്. പക്ഷേ അതിൻ്റെ MRP 25 ലക്ഷമാണ്. അത് താമസിച്ച് അതിൻ്റെ അകത്തേക്ക് വരും. എന്നാൽ ഇപ്പോൾ 18 ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊടുത്തത്. 18 ലക്ഷം രൂപ കൊടുത്തത് ഇപ്പോൾ സാറ് 18 ലക്ഷം രൂപ കൊടുത്തത് സാറിൻ്റെ പേരിലേക്ക് ആധാരം 1 വീക്ക് കൊണ്ട് സാറിന് നോർമൽ ആധാരത്തിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് ഓക്കെ സാറിൻ്റെ പേരിൽ പ്രോപ്പർട്ടിയായി. അതിനുശേഷം കമ്പനിയുടെ എഗ്രിമെൻ്റാണ് ഇത് വളർത്തി വലുതാക്കി പേപ്പർ വർക്ക് നടത്തി അതിൻ്റെ ഗവൺമെൻറ്റിൽ കൊടുത്ത് അതിൻ്റെ ഫണ്ട് സാറിൻ്റെ അക്കൗണ്ടിൽ വരണവരെ കമ്പനി കൂടെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ 3 ലക്ഷം രൂപ സാർ ഇപ്പോൾ ആദ്യം അഡ്വാൻസ് കൊടുക്കുന്നു. സാറിൻ്റെ പേരിൽ ഇതിൻ്റെ സർവേ നമ്പറൊക്കെ വെച്ച് എഗ്രിമെൻറ്റ് ചെയ്യുന്നു. ആ എഗ്രിമെൻറ്റ് കഴിയുമ്പോൾ ബാക്കി EMI ആയിട്ട് സാറിന് പറയുന്ന എമൗണ്ട് അനുസരിച്ച് നമുക്കൊരു 15,000 രൂപ വെച്ച് മാസം അടക്കാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. അത് രണ്ടാമത്തെ ഓപ്ഷൻ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സാറ് ഡൗൺ പേയ്മെൻറ്റ് അടക്കണ്ട. ഈ മാസം മുതൽ 15,000 രൂപ വെച്ച് അടച്ചു 120 മാസം ആ 18 ലക്ഷം രൂപ. 1 രൂപ പോലും കൂടുതൽ വരണ്ട, ഇൻട്രസ്റ്റ് ഇല്ല, ഫ്രീ. ഇനിയിപ്പോൾ EMI 1 മാസം അടഞ്ഞില്ല എന്നും പറഞ്ഞാൽ അതിൻ്റെ ബാങ്കുകാർ ബൗൺസ് ചാർജ് എടുക്കണ പോലെ അങ്ങനെ ഒരു ചാർജ് ഇതിനകത്തില്ല. 18 ലക്ഷം രൂപ മാത്രം ചെന്നാൽ മതി. ഇനിയിപ്പോൾ സാറിന് കുറേ കഴിയുമ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോൾ EMI അടച്ച് സാറിന് വേണ്ടെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ഇത് റീസെയിൽ ചെയ്യാൻ പറ്റും. അത് കമ്പനി ഇടപെട്ട് കമ്പനിക്ക് 400 മാർക്കറ്റിംഗ് ടീമുണ്ട്. അവർ വഴി സാറിന് വേണമെങ്കിൽ ഇത് കൂടിയ വിലക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ സാറിൻ്റെ വളർച്ച ഹൈറ്റായിരിക്കും. ചിലപ്പോൾ സാറ് EMI അടച്ചേക്കണം, ചിലപ്പോൾ 5 ലക്ഷം ആയിരിക്കും ആ സമയത്ത്. ഈ സമയത്ത് 18 ലക്ഷം രൂപ ആ സമയത്ത് സാറിന് മേടിക്കാൻ പറ്റും. അപ്പോഴേക്കും പ്ലാന്റുകൾ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ഇൻകത്തിന്റെ സോഴ്സ് നമുക്ക് ഇന്നത്തേക്ക് പാർട്ണറായ. ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഞാൻ കയറി വരുമ്പോൾ അവിടെ ഫസ്റ്റ് പ്ലോട്ട് ഒരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്താ? അത് വ്യക്തിപരമായിട്ട് മാത്രം അത് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ട് ആദ്യം ക്ലിയർ ചെയ്തു. ക്ലിയർ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടെ വരാൻ പോകുന്നുണ്ട്, സാൻഡിലോട്ട് പ്ലാന്റേഷൻ വരാൻ പോവാണ്. അപ്പോൾ ഒന്നും കാണാതെ ഒരാൾ വന്ന് എടുത്തതാണ്. പുള്ളിക്ക് 6 ലക്ഷം രൂപ കൊടുത്തു. അന്ന് 6 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ അന്നൊന്നുമില്ല, ഒരു ഭൂമി കാണിച്ചിട്ട് ഇവിടെ ഒരു സാൻഡിലോട്ട് പ്ലാന്റേഷൻ വരാൻ പോകുന്നു പറഞ്ഞു. അയാൾ വിശ്വസിച്ചെടുത്തു. അപ്പൊ അദ്ദേഹം ഈ സ്ഥാപനത്തോടുള്ള വിശ്വാസം കൊണ്ട് വെറും തരിശായ സ്ഥലം 6 ലക്ഷത്തിന് അന്ന് വാങ്ങിച്ചു. ഇന്നിപ്പോ 25 ലക്ഷം പറഞ്ഞിട്ട് പുള്ളി കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ ഫസ്റ്റ് ഫ്ലോട്ടാണ്, ഫസ്റ്റ് കസ്റ്റമർ പെരുമ്പാവൂർ സ്ഥാപനം. പെരുമ്പാവൂർ അത് ഇപ്പൊ ഇത് 19 മാസമായിട്ടുള്ളൂ. ഒരു അന്നാണ് 6 ലക്ഷം രൂപ ചോദിക്കുന്നത്. 19 മാസം കൊണ്ട് ആ പൈസ ഇപ്പൊ ഇന്നിപ്പോ 25 ലക്ഷം. അല്ല, 25 ലക്ഷം രൂപയാണ് ഈ പ്രോജക്റ്റ് റൈറ്റ്. അടുത്ത മാസം 25 ലക്ഷത്തിലേക്ക് മിക്കവാറും വരും. അതായത് കമ്പനി ഒരു സാധനം കാണിച്ചു, ഇവിടെ ഒരു സാധനം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് എടുക്കണവനെ അതിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ റിസ്ക് എടുക്കണവന് ബിസിനസ്സിൽ അറിയാമല്ലോ, അത്രേ ഉള്ളൂ ഇതിൻ്റെ നടന്ന സംഭവം. വേറെ ഒന്നും ഇതിൻ്റെ ആലോചിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി. ഇപ്പോൾ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ക്ലിയർ ആയി. പിന്നെ ഒരു സംശയം, ഞാൻ പ്ലാന്റിലൂടെ നോക്കിയാൽ ചിലത് കായ ഒരു കുരു എന്താ പറയുക, വാട്ടിക്കോൾ സീഡ് അല്ലേ, അത് കാണപ്പെടുന്നുണ്ട്. അതെന്താണ്, പ്രായം ആയതാണോ? അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു മരം പൂവായി കായ എന്ന് പറഞ്ഞാൽ അത് മെച്യൂർ ആയി ശരിക്കും. കാതൽ ഫോം ചെയ്യും. മരത്തിനെ സംബന്ധിച്ച് കാതൽ ഫോം ചെയ്യും. അതെ, സാധാരണ 5 വർഷം കൊണ്ട് കാതൽ ഫോം ചെയ്യുന്നതാണ്. ഇത് 18 മാസം കൊണ്ട് കാതൽ ഫോം ചെയ്യും. ഇതിൽ നമ്മളുടെ വളർത്തുന്ന രീതി അതാണ്. അത് നമ്മൾ തിരഞ്ഞെടുത്തതല്ല. IWST എന്ന് പറയുന്ന ഇന്ത്യൻ വുഡ് ആൻഡ് സയൻസ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനി ഇത് നമ്മുടെ ബാംഗ്ലൂരുണ്ട്. അവരാണിത് നമ്മൾക്ക് ഈ രീതിയിൽ വളർത്തിയാൽ പെട്ടെന്ന് ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ
ഒരു കാര്യം കേട്ടതിനാ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർക്ക് അറിയാൻ കൂടി പറയാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് വേണ്ട ഈ സാൻഡിൽസ് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് മൊത്തം ശരിയാണ്. അതായത് ഇന്ത്യക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് 2000 ടണ്ണോളം സാധനം വുഡ് വേണം. ഇയർ വേണം. പക്ഷേ കോസ്മെറ്റിക് കമ്പനി അത് ഓയിൽ എടുക്കാൻ വേണ്ടിയുള്ള, പക്ഷേ അത് കിട്ടുന്നില്ല. അപ്പം അതിന് ശേഷം ഇപ്പം 100 ടണ്ണിന് താഴെയാണ് ഈ മറവൂര് അതുപോലെയുള്ള കർണാടകയിൽ നിന്ന് വരെ വന്ന് മറവൂര് ലേലം എടുക്കുന്നു. അപ്പം അതിന് കിട്ടാത്തത് അവർ ഓൾറെഡി അവരുടെ ഫാക്ടറി വർക്ക് ചെയ്യണമല്ലോ, അവർ ഇമ്പോർട്ട് ചെയ്യുന്നു. അത് ന്യൂസ് പേപ്പറിൽ എല്ലാ വർഷവും വരാറുണ്ട്. 450-500 കോടി രൂപക്ക് മൈസൂർ സാൻഡിൽസ്. കേട്ടോ ശരി തന്നെയാണ്. ഓസ്ട്രേലിയയിൽ നമ്മൾ ഇമ്പോർട്ട് അതുപോലെ ചെയ്യുന്നത് പ്രത്യേകത ഉണ്ട്. കാര്യം ഇത് നമ്മൾക്ക് ചന്ദനം വെക്കാനുള്ള അനുമതി ഇവിടെ ഇല്ല. ഡെപ്പോസിറ്റാറിന്റെ കാര്യത്തിൽ ബാൻ ചെയ്തൊക്കെ വരും. അപ്പോൾ വെച്ചാൽ ഇവിടെ നമ്മുടെ മറയൂരിൽ നിന്ന് സാൻഡൽവുഡിന്റെ തൈകൾ കൊണ്ടുപോയി ഓസ്ട്രേലിയ വെച്ച് പിടിപ്പിച്ച് അവരൊരു പ്ലാന്റേഷനായിട്ട് ചെയ്തു. എന്നിട്ട് അവർ ഇമ്പോർട്ട് ചെയ്തു. സാൻഡൽവുഡോട് ഇങ്ങോട്ട് സെയിൽ ചെയ്യാം. അത് തന്നെ. അപ്പോൾ കേട്ടോ ശരിയാ അല്ലേ? അപ്പോൾ അപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ അധികാരികൾക്ക് മനസ്സിലായത് ഇത് വെച്ചാൽ നമുക്ക് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കേന്ദ്രമാണ് ഈ പ്രോജക്റ്റ് കൊണ്ടുവന്നത്. കേന്ദ്രം കൊണ്ടുവന്ന പ്രോജക്റ്റ് അതൊരു 350ഓളം ബിസിനസ് ഓണേഴ്സിനെ ക്ഷണിച്ചു. യൂസഫ് അലി സാർ അടക്കം. അല്ല, വ്യക്തികൾക്ക് മുറിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ലായിരുന്നു. കഴിഞ്ഞ 2 മാസം മനോരമ പത്രമാണെന്ന് തോന്നുന്നു, അതിലേക്കൊരു കട്ടിങ് വന്നു. സാൻഡൽവുഡ് ഇനി സാൻഡൽവുഡ് ഇനി ഓണർക്ക് മുറിക്കാം. പക്ഷെ ബയ്യർ ഗവൺമെന്റ് സെയിൽ നടത്തിയിട്ട് അതിന്റെ പൈസ അത് നമ്മൾ പ്ലാന്റേഷൻ വന്ന് കണ്ട് മെഷർമെന്റ് ചെയ്ത് 50 സെന്റിമീറ്റർ ചുറ്റളവ്, വണ്ണമല്ല ചുറ്റളവ് വന്നു കഴിഞ്ഞാൽ ഇത് മുറിക്കാനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് കിട്ടും, ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടും. നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അറിയിച്ച് അവർ നേരെ ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ച് അവർ മെഷർ ചെയ്ത് ഈ പകുതി എമൗണ്ട് അവർ ആദ്യം ചെയ്യും. അതിനുശേഷം വെട്ടി അതിനെല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ ഫുൾ പേയ്മെന്റ് വരും. ആരുടെ പേരിലാണോ ആധാരം അവരുടെ പേരിലേക്കായിരിക്കും ഫണ്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 5 സെന്റ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചവർക്ക് വാങ്ങിക്കാം. അതിനകത്ത് 20 മരങ്ങളാണ് വരുന്നത്. 18 ലക്ഷം രൂപ ഇന്ന് മുടക്കിയാൽ 18 ലക്ഷത്തിന്റെ കോസ്റ്റാണ് ഇന്ന് വരുന്നത്. അതിന്റെ MRP റേറ്റ് വരുന്നത് 25 ലാക്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് വാങ്ങിക്കേണ്ട ഓപ്ഷൻസ് 2-3 ഗഡുക്കളായിട്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ അങ്ങനെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് ബയേഴ്സിലുണ്ട്. ശരിയല്ല, മനസ്സിലാക്കി കറക്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ജസ്റ്റ് ഇന്റർനാഷണൽ. അത് എന്തായാലും ഇന്ത്യയിൽ ഇങ്ങനെ ആദ്യം ഒരു പ്രൊജക്ട് നിങ്ങളുടെ കമ്പനി കൊണ്ടുവന്നതിന് എല്ലാവർക്കും നിങ്ങൾക്ക് ഭാഗമാക്കാൻ കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവിടെ വന്ന് ഈ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച ജസ്റ്റ് ടീമിനെ വളരെ നന്ദിയോടെ ഹാർദവത്തോടെ നന്ദി പറയുകയാണ്. കൺഗ്രാജുലേഷൻസ് ടു ഓൾ. ഒരു കാര്യം കൂടി ലാസ്റ്റ് പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരു 10 മുതൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ പ്രൊജക്റ്റ് വന്നെന്ന് വിചാരിച്ചോ? നിങ്ങൾ ആരായിരുന്നു ഇവിടെ? കോടീശ്വരൻ. അതുകൊണ്ട് നിങ്ങൾക്കും ആകാം കോടീശ്വരൻ. ആ തീരുമാനം നിങ്ങൾ ഇന്നെടുത്താൽ നിങ്ങളുടെ ഫാമിലി സെറ്റായി. വേറെ ഒന്നും ആലോചിക്കാനില്ല. ചെറിയ സ്കീമാണെങ്കിലും വലിയ സ്കീമാണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇന്നെടുക്കണം തീരുമാനം. ഓക്കെ, താങ്ക് യു.